ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. കൊച്ചുഗോപിയുടുക്കുന്ന കച്ചത്തുമ്പത്തു സർവദാ പുൽച്ചിലങ്ക കിലുക്കുന്ന പച്ചച്ചൊട്ടിക്കു കൂപ്പിടാം. കാളിന്തിയുടെ അല്ലെങ്കിൽ വേദങ്ങളുടെ അക്കരെ പൈക്കൾ നക്കിത്തുവർത്തിയിടുമക്കര പച്ചയാശ്രയം. പുനരാവർത്തിയില്ലാത്തോരപവർഗത്തിൽ നിന്നുടൻ ശുകനെ പിന്തിരിപ്പിച്ച ഹരിഭക്തിക്കു വന്ദനം. അപവർഗത്തിലേക്കുള്ള വഴിയാമസിധാരയിൽ ചരണപ്രഭയാൽ കൃഷ്ണൻ പനിനീർമലർ തൂകിനാൻ. തൂണിന്റെ മറവിൽ ചാരിക്കേണിയിടുന്നൊരു രാധയെ നാണിച്ചു നോക്കി കണ്ണിൻ്റെ കോണിൽ കൂടെ മുരാന്തകൻ. ഇതു പാലല്ല, തേനല്ല, പൊന്നല്ലിതു രത്നവും, ഇതെന്തോ പറവാൻ വയ്യാതൊന്നു താൻ മാരുതേശ്വരൻ. കോടക്കാറുകൾ വന്നിട്ടു മൂടും നാളല്ല ദുർദിനം. കോടക്കാർ വർണ്ണനെ തേടാതോടും നാളാണു ദുർദിനം. പാലിന്റെ പതയൊത്തുള്ള പുകളാം പുതുമെത്തമേൽ പ്രേമസാൽവ പുതച്ചിട്ടു പള്ളികൊള്ളുന്നു ചിൽപ്പുമാൻ. ഇന്നലെ ചെന്നിരുന്നെങ്കിൽ താങ്ങിടാനുണ്ടു 100 പേർ. ഇന്നു ചെന്നാൽ തുണച്ചിടാൻ കണ്ണനല്ലാതെയില്ലൊരാൾ. പ്രേമരത്നങ്ങൾ സൂക്ഷിച്ച ഭക്തമാനസപേടകം വജ്രാങ്കിത പദാബ്ജത്താൽ മുദ്ര വയ്ക്കുന്നു മാധവൻ. വത്സപാലികയാൾ തൻ്റെ ഉത്സംഗത്തിൽ കിടന്നതാ വാത്സല്യപ്പാൽ കുടിക്കുന്നു കൃഷ്ണ കല്യാണവല്ലഭൻ. ശംഭോ രുദ്രമഹാദേവ എന്നീ കോലാഹലത്തോടെ തളകൃഷ്ണന്റെ തൃപാദം വലം വയ്ക്കുന്നു ഭക്തിയാൽ. അരയല്ല മുഴുബ്രഹ്മമരവിന്ദായതേ ക്ഷണൻ. അരയിൽ പട്ടുമായി വേണുവരയാൽ ചാരിയൂതിനാൻ. കണ്ണന്റെ കുഴലൂന്നുമ്പോൾ പൊങ്ങി പുളകമൂഴിയിൽ അന്നക്കിടാവു നീന്തുമ്പോൾ വിണ്ണാറിൽ പൊള്ള പോലവേ തളിർമെത്തയിൽ വൃക്ഷത്തിൻ തണലിൽ സഖിമാരുടെ
തുടയിൽ തലയും വച്ചു കിടന്നു ജഗദീശ്വരൻ. കിഞ്ചിൽ കുഞ്ചിതമാം കുഞ്ഞിപ്പിഞ്ചുകാൽ വെച്ചു മെല്ലവേ ചഞ്ചലാക്ഷികൾ തൻ വീട്ടിൽ സഞ്ചരിക്കുന്നു നന്ദജൻ. അന്തിച്ചുകപ്പു പോലെയും ചെന്തീക്കനലു പോലെയും കാന്തി ചിന്തും ഹരിപദം ചിന്ത ചെയ്യുവിനെപ്പോഴും. പുത്തൻ നിലാവു പോലെയും മുത്തുമാലകൾ പോലെയും കുളിരും തെളിവും തൂവും ഹരിതൻ നഖമോർക്കുവിൻ. അരയന്നങ്ങൾ പോലെയും മഴവില്ലുകൾ പോലെയും കൊഞ്ചിക്കുഴഞ്ഞു മിന്നുന്ന പുഞ്ചിലമ്പുകൾ നണ്ണുവിൻ. പുല്ലിന്നു കുളിരേൽപ്പിച്ചും കല്ലിനലിവിയറ്റിയും പുല്ലാങ്കുഴൽ വിളിക്കുന്നു വല്ലവീ പ്രിയവല്ലഭൻ. ചേലത്തുമ്പു പിടിച്ചും കൊണ്ടമ്മയെ കൊണ്ടുപോയി ഹരി. സന്ധ്യയെ പ്രതിപചന്ദ്രൻ സിന്ധുവിൽ കൊണ്ടുപോം വിധം. കൃഷ്ണനെ കൊച്ചു കൈകൊണ്ടു പുൽകും രാമൻ വിളങ്ങിനാൻ. കൊണ്ടലേ സ്വകരം കൊണ്ടു പൂണ്ട പൂന്തിങ്കൾ പോലവേ കണ്ണനും സ്നേഹിതന്മാരും കക്കുവാൻ വന്നുമെല്ലവേ. ഞങ്ങളെ കണ്ടുകൂടുമ്പോളോടടാ ഓട്ടമുണ്ണികൾ. ജ്ഞാനത്തിനക്ഷരപ്പൂട്ടു കർമ്മത്തിനങ്കുലീയകം ഭക്തിക്കു നെടുമംഗല്യം കൃഷ്ണനാമാക്ഷരദ്വയം. കാട്ടിലുണ്ടൊരു പൊന്നുണ്ണി ആനന്ദരസസുന്ദരൻ. കണ്ടാൽ വാരിയെടുത്തേക്കും തൊട്ടാലൊട്ടിപ്പിടിച്ചു പോം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 946 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് പൊന്നുഗുരുവായൂരപ്പൻ്റെ മരുതാലയപുരിയിൽ ഭഗവതുത്സവത്തിൻ്റെ പള്ളിവേട്ട നടക്കുന്ന ധന്യ ദിവസം കൂടിയാണ്. ഇന്ന് ശ്രീമദ് ഭാഗവതം 12 സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. മാർക്കണ്ഡേയൻ്റെ കഥയാണ് സൂതൻ ശൗനകാദി ഋഷി ഈശ്വരന്മാർക്ക് നൈമിഷാരണ്യത്തിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പറഞ്ഞു, ഇങ്ങനെ തപസ്സിലും അധ്യയനത്തിലുമൊക്കെ താല്പര്യത്തോടുകൂടി വർഷാണാം അയുതായുധം, അനേകം അയുധവർഷക്കാലം 10,000 വർഷങ്ങളിൽ ഭഗവൽ പൂജ ചെയ്ത ഋഷികേശം ആരാധയൻ, വിഷ്ണുവിനെ ആരാധിക്കുന്നവനായിട്ട് സുദുർജയം മൃത്യും ജിഗ്യേ, ജയിക്കാൻ കഴിയാത്ത അതിദുർലഭമായിരിക്കുന്ന ആ ചിരായുസ് എന്ന അവസ്ഥ അദ്ദേഹം നേടി, മരണത്തെ അദ്ദേഹം ജയിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. പിന്നീട് പറഞ്ഞു, ബ്രഹ്മാ ഭൃഗുർ ഭവോ ദക്ഷോ ബ്രഹ്മപുത്രാശ്ചയേ പരേ നൃദേവ പിതൃഭൂതാനി തേനാസന്ന അതിവിസ്മിതാഹ. മരണത്തെ ജയിച്ച ആ മൃഗണ്ഡുതനയൻ്റെ മാർക്കണ്ഡേയൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ബ്രഹ്മാവ്, ദക്ഷൻ, മഹാദേവൻ, അതേപോലെ ഭൃഗു,
ബ്രഹ്മപുത്രന്മാരായ മറ്റുള്ളവർ, മനുഷ്യർ, ദേവന്മാർ, പിതൃക്കൾ, ഭൂതങ്ങൾ ഇവരൊക്കെ അതിവിസ്മിതാഹ, വലിയ ആശ്ചര്യമുള്ളവരായി മാറി. ബ്രഹ്മാവിനെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് ദക്ഷൻ, ഭൃഗു, ഭവൻ ഈ 3 പേരും ബ്രഹ്മപുത്രന്മാർ തന്നെയാണ്. അതേപോലെ മറ്റ് ബ്രഹ്മപുത്രന്മാരും എന്ന് പറഞ്ഞു. ഇദ്ധം ബൃഹദ്വ്രതധരസ്തപസ്വാധ്യായ സംയമൈ ദധ്യാവധോക്ഷജം യോഗി ധ്വസ്തക്ലേശാന്തരാത്മന. ഇദ്ധം ബൃഹദ്വ്രതധര, ഈ തരത്തിൽ നൈഷ്ഠിക ബ്രഹ്മചര്യം, വളരെ വിശേഷമായിട്ടുള്ള വ്രതത്തെ ധരിച്ചിരിക്കുന്ന യോഗി, ആ യോഗി തപസ്വാധ്യായ സംയമൈ, തപസ്, സ്വാധ്യായം, ഇന്ദ്രിയ നിഗ്രഹം ഇവ കൊണ്ട് ധ്വസ്തക്ലേശാന്തരാത്മന, ധ്വംസിക്കപ്പെട്ട ക്ലേശങ്ങളോടുകൂടിയ ആത്മാവ് അല്ലെങ്കിൽ ചിത്തത്താൽ അധോക്ഷജം ദധ്യൗ, അധോക്ഷജനെ സാക്ഷാൽ ഭഗവാനെ ധ്യാനിച്ചു എന്നാണ്. ഇപ്പം നൈഷ്ഠിക ബ്രഹ്മചര്യം ദീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കണ്ഡേയൻ. അങ്ങനെയുള്ള അദ്ദേഹം തപസ്സുകൊണ്ടും വേദാധ്യയനം കൊണ്ടും ഇന്ദ്രിയ നിഗ്രഹം കൊണ്ടും ഒക്കെ രാഗം, ദ്വേഷം, മോഹം തുടങ്ങിയ ആ തരത്തിലുള്ള ദോഷങ്ങളെ, മാലിന്യങ്ങളെ മുഴുവൻ നശിപ്പിച്ച് പരിശുദ്ധമായ ഹൃദയത്തോടുകൂടി, പരിശുദ്ധമായ അന്ധഃകരണത്തോടുകൂടി മനസ്സിനെ ഏകാഗ്രമാക്കി ആ മരതകമണിവർണ്ണനായിരിക്കുന്ന ഭഗവാനെ വേണ്ട പോലെ ധ്യാനിച്ചു. ഈ സന്ദർഭത്തിലോ തസ്യൈവം യുഞ്ജതശ്ചിത്തം മഹായോഗേന യോഗിന വ്യതീയായ മഹാൻ കാലോ മന്വന്തരഷഡാത്മകാം. ഏവം മഹായോഗേന, ഇത്തരത്തിൽ മഹത്തായ യോഗം കൊണ്ട് ചിത്തം യുഞ്ജത, ചിത്തത്തെ ആത്മാവിലേക്ക് യോജിപ്പിച്ചിരിക്കുന്ന യോഗിനഃ തസ്യ, യോഗിയായ മാർക്കണ്ഡേയൻ്റെ മന്വന്തര ഷഡാത്മക, 6 മന്വന്തര രൂപമായിരിക്കുന്ന മഹാൻ കാല, വലിയ കാലം, മഹത്തായ ആ കാലത്തെ വ്യതീയായ, അല്ലെങ്കിൽ ആ കാലത്തെ അതിക്രമിച്ചു, ആ കാലം കഴിഞ്ഞു. മഹായോഗക്രമത്തിലൂടെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആ മാർക്കണ്ഡേയ മഹർഷി അങ്ങനെ കഴിഞ്ഞപ്പോൾ യോഗിയായ മാർക്കണ്ഡേയൻ്റെ മുമ്പിൽ കാലം പോലും കൈകൂപ്പി നിന്നു. 6 മന്വന്തര കാലം, അത്രയും വലിയ കാലം കഴിഞ്ഞുപോയി. 7ാമത്തെ മന്വന്തരം എത്തി. പുരന്ദരഃ ഏതജ്ഞാത്വാ, പുരന്ദരൻ, 7ാമത്തെ മന്വന്തരത്തിലെ ദേവേന്ദ്രന്റെ പേരാണ് പുരന്ദരൻ. പുരന്ദരൻ ഏതജ്ഞാത്വ, ഇത് മനസ്സിലാക്കിയിട്ട് അസ്മിൻ സപ്തമേ അന്തരെ, ഈ 7ാമത്തെ മന്വന്തരത്തിൽ തപഹ, തപസ്സിനെ വിശങ്കിത, സംശയിക്കുന്നവനായി. കാരണം തൻ്റെ ഇന്ദ്രപദവി തട്ടിയെടുക്കും എന്നുള്ളൊരു തോന്നൽ ദേവേന്ദ്രനുണ്ടായി. ദേവേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പരമമായ പദവി എന്ന് പറയുന്നത് തൻ്റെ സ്ഥാനമാണ്. അപ്പം ഇങ്ങനെയാണ് പലരും, മറ്റുള്ളവൻ എന്തിനെ ആഗ്രഹിക്കുന്നു, എന്താണോ അവരുടെ ഉള്ളിലെ ആ താല്പര്യമെന്ന് മനസ്സിലാക്കാതെ നമ്മുടെ കണ്ണുകളിലൂടെ കാണുക. അപ്പം ഇങ്ങനെ 7ാമത്തെ മന്വന്തരത്തിൽ തപസ്സിൽ സംശയിക്കുന്നവനായി തദ്വിഘാതനം ആരേഭേ, അത് തടയാനായിട്ട് ആരംഭിച്ചു. ന നാഗപൃഷ്ഠം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധിരപുനർഭവം വാ എന്നാണ് ഭക്തൻ്റെ ഒരു തലം. ന നാഗപൃഷ്ഠം, സ്വർഗം വേണ്ട. അതേപോലെ തന്നെ പാരമേഷ്ഠ്യ പദവി, ബ്രഹ്മാവിൻ്റെ പദവി വേണ്ട. നാഗപൃഷ്ഠം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം, സാർവഭൗമത്വം വേണ്ട. രസാധിപത്യം, രസാതലങ്ങളുടെ, അധോലോകങ്ങളുടെ, ബിലസ്വർഗങ്ങളുടെ ആധിപത്യം വേണ്ട. അതേപോലെ യോഗസിദ്ധികൾ വേണ്ട. എന്തിന്? മോക്ഷം പോലും ആഗ്രഹിക്കാതെയാണ് നിഷ്കാമ ഭക്തന്മാർ ഭഗവാനെ ഭജിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ദേവേന്ദ്രനില്ല. അതുകൊണ്ട് ദേവേന്ദ്രൻ വിചാരിച്ചു, എൻ്റെ
ഈ സ്ഥാനം, ഇന്ദ്രസ്ഥാനം നഷ്ടപ്പെട്ടാലോ എന്ന് കരുതി ഈ മാർക്കണ്ഡേയൻ്റെ തപസ്സിനെ തടസ്സപ്പെടുത്താൻ, അതിന് വിഘ്നമുണ്ടാക്കാൻ ആഗ്രഹിച്ചു. എന്നിട്ടോ ഗന്ധർവാപ്സരസക്കാമം വസന്തമലയാനിലൗ മുനയേ പ്രേഷയാമാസ രജസ്തോകമദൗ തദാ. ഇപ്പം ഇനി എന്തു വേണം? അവിടെ സത്വഗുണപ്രധാനിയായിട്ടിരിക്കുന്ന മാർക്കണ്ഡേയനെ ഇളക്കാൻ രജോ ഗുണവും തമോ ഗുണവും ഒക്കെ ചേർന്നിട്ടുള്ള പല പ്രവൃത്തികളെയും അവിടെ കാണിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഗന്ധർവന്മാര്, നല്ല മനോഹരമായിട്ടുള്ള പാട്ടുപാടുന്ന ആളുകൾ, അപ്സരസ്സുകൾ, നൃത്തം വയ്ക്കുന്ന ആളുകൾ, പാട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നൃത്തം കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കേമാവും. അതിന് യോജിച്ച, നമ്മൾ പുതിയ ഭാഷയിൽ പറയില്ലേ, ഒരു ആംബിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതുപോലെ ഇവിടെ വസന്ത ഋതു, വസന്തകാലം, പൂക്കളൊക്കെ വിടർന്നു നിൽക്കുന്ന ആ വസന്തകാലത്തെ അവിടെ പുനഃസൃഷ്ടിച്ചു. മലയമാരുതൻ, മന്ദമായി സുഗന്ധം വമിക്കുന്ന കാറ്റ്, അതോടൊപ്പം തന്നെ മന്മഥൻ, കാമദേവന്. രജോ ഗുണത്തിൻ്റെ സന്താനങ്ങളാണ് ലോഭം, മദം, ഇതൊക്കെ. അപ്പോൾ ഈ തരത്തിൽ മാർക്കണ്ഡേയ മുനിയുടെ തപോവിഘ്നം വരുത്താനായിട്ട് ഇവരെ മുഴുവൻ പറഞ്ഞയച്ചു. മാർക്കണ്ഡേയൻ തപസ് തുടരും. തേ വൈ തദാശ്രമം ജഗ്മുർ ഹിമാദ്രേ പാർശ്വ ഉത്തരേ പുഷ്പഭദ്രാ നദീയത്ര ചിത്രാഖ്യാച ശിലാവിഭോ. തേ വൈ, അവരോ, ഈ ആളുകൾ, ഗന്ധർവന്മാര്, അപ്സരസ്ത്രീകൾ, അതേപോലെ മന്മഥൻ, കാമദേവൻ തുടങ്ങിയവരൊക്കെ ഹിമാദ്രേ ഉത്തരേ പാർശ്വേ, ഹിമവൽ പർവ്വതത്തിൻ്റെ, ഹിമാലയത്തിൻ്റെ വടക്കു ഭാഗത്ത് താഴ്വരയിൽ, എത്ര പുഷ്പഭദ്രാ നദി, എവിടെയാണോ പുഷ്പഭദ്രാ നദിയും ചിത്രാഖ്യാശിലാച, ചിത്ര എന്നു പേരുള്ള ശില, ചിത്രശില എന്നാണ് ആ രണ്ടും ഉള്ള സ്ഥലം. വിഭോ, ഹേ തത്വജ്ഞ ശൗനക, തദാശ്രമം ജഗ്മു, ഈ മാർക്കണ്ഡേയൻ്റെ ആശ്രമം അവിടെയാണ്, അവിടേക്ക് എത്തിച്ചേർന്നു എന്നാണ്. ഹിമവൽ പർവ്വതത്തിൻ്റെ വടക്കു ഭാഗത്ത്, വടക്കേ താഴ്വരയിൽ പുഷ്പഭദ്ര നദി. ഇപ്പം ഹിമാലയത്തിൻ്റെ മറുഭാഗത്ത് എന്ന് പറയാം. ഹിമാലയത്തിൻ്റെ തെക്കു ഭാഗത്തായിട്ടാണ് നമ്മളുള്ളത്, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ അതിനും വടക്കു ഭാഗത്ത് ചിത്രശില എന്നുള്ള സ്ഥലത്ത്, പുഷ്പഭദ്രാ നദിയുടെ തീരത്ത് മാർക്കണ്ഡേയൻ തപസ് ചെയ്യുന്ന ആ ദിവ്യമായ സ്ഥലത്തിലേക്ക് ഇവരൊക്കെ എത്തിച്ചേർന്നു. എന്താണ് അവരുടെ ഉദ്ദേശം? ഇപ്പോൾ ഈ മാർക്കണ്ഡേയനെ തങ്ങളുടെ കഴിവുപയോഗിച്ച് ഈ തപസ്സിൽ നിന്ന് ഉണർത്തണം. ഇത്തരത്തിലുള്ള സ്വഭാവക്കാർ, ഇന്ദ്രിയ നിഗ്രഹം വരാത്ത ആളുകൾ, ഇന്ദ്രിയ നിഗ്രഹം നേടിയ ആളുകളെ ഇത്തരത്തിൽ പല രൂപത്തിൽ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അത് ആധുനിക കാലത്തും നമ്മൾ പല രീതിയിൽ കാണുന്നതാണ്. നമ്മളൊന്ന് ഭഗവത് ഭജനം വേണം എന്ന് വിചാരിച്ചാൽ അതിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ ഇത്തരത്തിലുള്ള തടസ്സങ്ങളുമായിട്ട് ആളുകൾ വരും. ഇത് പല രൂപത്തിൽ, ചിലപ്പോൾ കൂട്ടുകാരുടെ രൂപത്തിലാവാം, ചിലപ്പോൾ സ്വന്തം ഗൃഹത്തിലെ വീട്ടിലുള്ള ആളുകളുടെ രൂപത്തിലാവാം, നാട്ടുകാരുടെ രൂപത്തിലാവാം. നമ്മൾ ഭഗവത് ഭജനം ചെയ്യാനിരിക്കുമ്പോഴേക്കും ആളുകൾ വരികയെ, അല്ലെങ്കിൽ അതിഥികളുടെ രൂപത്തിലാവാം. അവർ വന്നു കഴിയുമ്പോഴോ അവർ ഈ ഭജനം കഴിയുന്നത് വരെ കാത്തു നിൽക്കുകയല്ല, അറിയാതെയാണെങ്കിലും അവർ ഈ ഭജനത്തെ തടസ്സപ്പെടുത്തും. ഇവിടെ അറിഞ്ഞിട്ട് തന്നെയാണ് പുരന്ദരൻ എന്ന ദേവേന്ദ്രൻ ഈ പ്രവൃത്തി ചെയ്യണത്. നമ്മൾ അഷ്ടമസ്കന്ധത്തിൽ അത് കേട്ടു. ഓരോ മന്വന്തരത്തിലും മനു, ദേവേന്ദ്രൻ, സപ്തർഷികള്, മനുപുത്രന്മാര്, ദേവന്മാര്, ഇതൊക്കെ മാറി മാറി വരും എന്നാണ്. എന്നിട്ടോ അവരെ കൊണ്ടാണ് ഭഗവാൻ ലോകത്തെ പരിപാലനം, വേണ്ട പോലെ ലോകത്തിൻ്റെ പരിപാലനം നടത്തണത്. അവർ തന്നെ ഇത്തരത്തിൽ ഈശ്വരഭജനത്തിന് ആരാണോ ഈ നിലയിൽ നിയമിച്ചിരിക്കുന്നത്, ആരുടെ സങ്കല്പം കൊണ്ടാണോ അവർ ഈ സ്ഥാനത്തിരിക്കുന്നത്,
അത് മറന്നുപോയി. ദേവേന്ദ്രൻ, പുരന്ദരൻ എന്ന ദേവേന്ദ്രൻ അവിടെ ഇരിക്കുന്നതിന് കാരണം പരിപൂർണ സ്വരൂപനായിരിക്കുന്ന ആ ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ ഭഗവാനെയാണ് മാർക്കണ്ഡേയൻ ഭജിക്കുന്നത്. എന്നാൽ ആ മാർക്കണ്ഡേയന്റെ ഭജനത്തിന് വിരുദ്ധമാകുന്ന തരത്തിൽ അതിനെ തടസ്സപ്പെടുത്താനും അതിനെ ഇല്ലാതെയാക്കാനും ദേവേന്ദ്രൻ ആഗ്രഹിക്കണമെന്നാണ്. നേരത്തെ പറഞ്ഞ അതാണ്. ഇതേപോലെ ഈ യുഗത്തിലും നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള ആളുകൾ. അങ്ങനെ മാർക്കണ്ഡേയൻ്റെ മുമ്പിലേക്ക് അവരെ എത്തിച്ചേരുന്നു. പ്രത്യേകിച്ചും ആ അദ്ദേഹത്തിൻ്റെ അതിസുന്ദരമായിരിക്കുന്ന ആശ്രമത്തെക്കുറിച്ച് പറയുകയാണ്. എല്ലാം പുണ്യം നിറഞ്ഞതാണെന്ന്. തപസ്സുകൊണ്ട് എല്ലാം പുണ്യം നിറഞ്ഞതായി. തദാശ്രമപദം പുണ്യം. ആദ്യം തന്നെ പറഞ്ഞു, ആശ്രമം പുണ്യം നിറഞ്ഞതാണ്, പരിപാവനമാണ്. പുണ്യദ്രുമലതാഞ്ചിതം പുണ്യദ്വിജകുലാകീർണം പുണ്യാമല ജലാശയം. എല്ലാം പുണ്യം ചേർന്നതാണ്. പുണ്യദ്രുമലതാഞ്ചിതം, പുണ്യങ്ങളായ വൃക്ഷങ്ങളും ലതകളും വള്ളികളും ചേർന്ന് മനോഹരമായിട്ടുള്ളത്, അഞ്ചിതമായിട്ടുള്ളത്. പുണ്യദ്വിജകുലാകീർണം, പുണ്യമുള്ള പക്ഷിസംഘങ്ങൾ നിറഞ്ഞത്. പുണ്യാമല ജലാശയം, പുണ്യമായും നിർമ്മലമായും ഇരിക്കുന്ന തടാകമുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആശ്രമസ്ഥാനം പുണ്യം നിറഞ്ഞതാണ്, പരിപാവനമാണ്. വൃക്ഷങ്ങൾ, ലതകൾ, പക്ഷികൾ, തടാകം ഇതൊക്കെ പുണ്യം നിറഞ്ഞതാണെന്നാണ്. വൃക്ഷാദികൾക്ക് എങ്ങനെയാ പുണ്യത്വം? പുണ്യസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട്. ഇങ്ങനെയാണ് ആ ലതകളും വൃക്ഷങ്ങളും പക്ഷികളും പുണ്യം നിറഞ്ഞവരാണ്. ഈ മാർക്കണ്ഡേയനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കണു. ആ പുണ്യം നിറഞ്ഞ സ്ഥലത്തുള്ള വെള്ളവും പുണ്യം നിറഞ്ഞതായി. അങ്ങനെ പുണ്യം നിറഞ്ഞ ആ ആശ്രമത്തിലേക്ക് ഇവരെല്ലാവരും എത്തിച്ചേർന്നു എന്ന് പറയുന്ന 18ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ 19ാമത്തെ ശ്ലോകം മുതൽ ഹരയേ നമഃ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു
ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ
ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.